നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റ്. സ്വർണം വെള്ളി വില കുറയും. PVC ഫ്ലെക്സ് ബാനറുകൾക്ക് വില കൂടും. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രകാരം വില കുറയുന്നത് ഇവയ്ക്കെല്ലാമാണ്. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്തുന്നതോടെ സ്വർണം, വെള്ളി, ക്യാൻസറിന്റെ മരുന്ന്, മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ വില കുറയും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ 6% കുറച്ചു. നേരത്തെ ഇറക്കുമതി തീരുവ 15%. ക്യാൻസറിനുള്ള 3 ഇനം മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല. എക്സ്റേ ട്യൂബുകൾക്ക് തീരുവ കുറച്ചു. മൊബൈൽ ഫോണുകൾക്കും ചാർജറുകൾക്കും വില കുറയും. ഇവയുടെ കസ്റ്റംസ് തീരുവയിൽ 15% കിഴിവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 25 ധാതുക്കൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയിട്ടുണ്ട്. ചെമ്മീൻ, മീൻ തീറ്റയ്ക്കുള്ള തീരുവയും കുറച്ചു. സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മതിലിടിച്ചു. വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസ് നിയന്ത്രണം തെറ്റി മതിലിടിച്ച് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഫാദർ ജോസഫ് മെമ്മോറിയൽ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മൂവാറ്റുപുഴ കാക്കശ്ശേരി റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. മഴയുള്ള സമയത്ത് വളവിൽ വെച്ച് ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂരിൽ പെട്രോൾ പമ്പിൽ തീപിടുത്തം. ഇന്ധനം നിറയ്ക്കുന്നതിനിടെ തീ പടർന്നു. ചെറുതുരുത്തിയിൽ പെട്രോൾ പമ്പിൽ തീപിടുത്തം. ചെറുതുരുത്തി വാഴക്കോട് ഇന്ന് രാവിലെയാണ് സംഭവമുണ്ടായത്. വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെയാണ് തീ പടർന്നത്. വടക്കഞ്ചേരി ചെറുതുരുത്തി പ്രധാന പാത ബ്ലോക്ക് ചെയ്തു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത്. തിരുവനന്തപുരത്ത് ഹോട്ടലിൽ ഗുണ്ടാക്രമണം. 3 പേർ പിടിയിൽ. തലസ്ഥാനത്ത് ഹോട്ടലിൽ കയറി ആക്രമണം. പാറ്റൂരിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലെ പ്രതിയായ നിതിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ഹോട്ടലിലെ CCTVയുടെ ഹാർഡ് ഡിസ്കും പണവും മോഷ്ടിച്ചുവെന്ന പരാതിയിൽ നിതിൻ ഉൾപ്പെടെ 3 പേരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം വഴുതക്കാട് പ്രവർത്തിക്കുന്ന കുട്ടനാടൻ പുഞ്ച എന്ന ഹോട്ടലിൽ കയറിയാണ് അതിക്രമം കാണിച്ചത്. ഹോട്ടൽ പ്രവർത്തിക്കുന്ന ഇതേ കെട്ടിടത്തിൽ മറ്റൊരു ഹോട്ടൽ മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചിരുന്നു. ഹോട്ടൽ നഷ്ടത്തിലായതോടെ കെട്ടിട ഉടമ വാടക കുടിശ്ശിക വരുത്തി. ഇതോടെ കെട്ടിട ഉടമ കുട്ടനാടൻ പുഞ്ച എന്ന ഹോട്ടലുകാർക്ക് കടമുറി വാടകയ്ക്ക് നൽകി. ഇന്ന് രാവിലെ ഹോട്ടൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് മുൻ ഹോട്ടലിൽ പങ്കാളിത്തമുള്ള നിതിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ എത്തി അതിക്രമം നടത്തിയത്. ഹോട്ടൽ പൂട്ടണമെന്നായിരുന്നു ആവശ്യം. CCTVയുടെ ഹാർഡ് ഡിസ്കും കൗണ്ടറിലുണ്ടായിരുന്ന പണവും ഹോട്ടലിന്റെ ബോർഡും അക്രമികൾ എടുത്തുകൊണ്ടുപോയെന്നാണ് പരാതി. വീണ്ടും മടങ്ങിയെത്തി കെട്ടിട ഉടമയെയും സംഘം ആക്രമിച്ചു. ഷംസുദ്ദീൻ, നിതിൻ, മനു എന്നിവരെ സ്ഥലത്തെത്തിയ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. കെട്ടിട ഉടമയുടെയും ഹോട്ടലുകാരുടെയും പരാതിയിൽ 2 കേസുകളാണ് പ്രതികൾക്കെതിരെ എടുത്തത്. നീറ്റിൽ പുനഃപരീക്ഷയില്ല. സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. നീറ്റ് UGയിൽ പുനഃപരീക്ഷ ഉണ്ടാകില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവ്. നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ പോരായ്മകൾ ഉണ്ടെന്ന് കണ്ടെത്തിയെങ്കിലും പുനഃപരീക്ഷ ഉണ്ടാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. പരീക്ഷാ നടത്തിപ്പിൽ പോരായ്മകളുണ്ട്, എന്നാൽ വ്യാപകമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ജാർഖണ്ഡിലും പാട്നയിലും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണങ്ങൾ അന്തിമഘട്ടത്തിലല്ല. പരീക്ഷ നടത്തിപ്പിൽ പോരായ്മകൾ ഉണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വ്യാപക ക്രമക്കേടുണ്ടായെന്ന് കോടതിക്ക് കണ്ടെത്താനായിട്ടില്ലെന്നും വിധി പ്രസ്താവത്തിലുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വണ്ടി ഓടിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം. മദ്യപിച്ചെന്നാരോപിച്ച് പിന്നാലെ എത്തിയ സ്കൂൾ ബസ് ഡ്രൈവർ മർദ്ദിച്ചു. മധ്യവയസ്കന് ദാരുണാന്ത്യം. ഇടുക്കി നെടുങ്കണ്ടത്ത് മദ്യപിച്ചെന്ന് തെറ്റിദ്ധരിച്ച സ്കൂൾ ബസ് ഡ്രൈവർ മർദ്ദിച്ചയാൾ മരിച്ചു. പാറത്തോട് രത്നമില്ലം ഗാന്ധരൂപനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. 56 വയസ്സായിരുന്നു. ജീപ്പ് ഓടിച്ചു വരികയായിരുന്ന ഗാന്ധരൂപന് പെട്ടെന്ന് പ്രഷർ കുറഞ്ഞ് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പിന്നാലെ എത്തിയ ബസ് ഡ്രൈവറായ നെടുങ്കണ്ടം സ്വദേശി വിനോദ് ഗാന്ധരൂപൻ മദ്യപിച്ചുവെന്ന് തെറ്റിദ്ധരിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഗാന്ധരൂപൻ കുഴഞ്ഞു വീണു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകി. ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ മാറ്റിയെങ്കിലും ഉച്ചയോടെ ഗാന്ധരൂപൻ മരിച്ചു. തലയിലെ ഞരമ്പ് പൊട്ടി രക്തം കട്ടപിടിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിനോദിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു.
അർജുൻ ദൗത്യം ഇന്നത്തെ തെരച്ചിലും അവസാനിപ്പിച്ചു. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനായി നാളെ ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാൽ. ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കിടയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോർഡ്. ഈ ഉപകരണം ഉപയോഗിച്ചായിരിക്കും നാളെ തിരച്ചിൽ നടത്തുകയെന്ന് റിട്ടയർഡ് മേജർ ജനറൽ പറഞ്ഞു. അതേസമയം അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ നിർത്തിയതായി അധികൃതർ അറിയിച്ചു. നദിയിലെ തിരച്ചിലിൽ ഇന്നൊന്നും കണ്ടെത്താനായില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞ 17-കാരൻ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചു. പരാതിയുമായി കുടുംബം. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ 17-കാരൻ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചു. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് സ്വദേശി ഷാജിയുടെ മകൻ സൂര്യജിത്താണ് മരിച്ചത്. ഒരാഴ്ച മുമ്പ് കണ്ണൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ ടോൺസിലൈറ്റിസിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. രക്തസ്രാവത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയ്ക്കിടെ ഇന്ന് മരണപ്പെടുകയായിരുന്നു. സംഭവത്തിൽ രക്ഷിതാക്കളുടെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. പത്താം ക്ലാസ് വിദ്യാർത്ഥിനി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അമ്മയുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട അഞ്ചക്കാലയിലാണ് സംഭവം. ബിജുവിന്റെ മകൾ അരുന്ധതി ബിജുവാണ് മരിച്ചത്. കടമ്പനാട് വിവേകാനന്ദ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മരണകാരണം വ്യക്തമല്ല. വീട്ടിൽ നിർത്തിയിട്ട ബൈക്കുകൾ മോഷ്ടിച്ചു. ആലപ്പുഴയിൽ 3 പേർ പിടിയിൽ. അർത്തുങ്കൽ സ്വദേശിയുടെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചവർ പിടിയിൽ. ചേന്നത്തറ വീട് ആശുവിന്റെ വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച പ്രതികളാണ് പിടിയിലായത്. മാവേലിക്കര കുറത്തിക്കാട് ഷൈജു ഭവനത്തിൽ ആശിഷ്, ചേർത്തല തെക്ക് പഞ്ചായത്ത് അറക്കൽ വീട്ടിൽ അശ്വിൻ, ചേർത്തല തെക്ക് പഞ്ചായത്ത് വാലേച്ചിറയിൽ ശ്രീകുട്ടൻ എന്നിവരാണ് അർത്തുങ്കൽ പോലീസിന്റെ പിടിയിലായത്. ചേർത്തല കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു.